നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളിൽ അഡിക്റ്റായി മാറുന്നതിന് എന്താണ് വഴി എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകരുത്, നിങ്ങളെ കൂടെ നിൽക്കണം. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് വിശ്വസ്തമായി നിൽക്കണം എന്നാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആണെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ അവരോട് ഈ വിധത്തിൽ പ്രവർത്തിക്കുക ആണെങ്കിൽ അത് വളരെ വേഗം സാധ്യമായി തീരുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് അഡിക്റ്റായി തീരണമെങ്കിൽ അവരുടെ ഒരു ചെറിയ ഫീലിങ്സ് പോലും മനസ്സിലാക്കി അവരോട് പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് അവരെ പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കണം എന്നാണ് അർത്ഥം. അതിന് അനുസൃതമായി അവരോട് പ്രവർത്തിക്കുക. നിങ്ങൾ അങ്ങനെ അവരോട് ഇടപഴകി നിൽക്കുക ആണെങ്കിൽ അവർ കൂടുതലായി നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് അഡിക്റ്റായിരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്തവർ ചിലവഴിക്കുന്ന സമയങ്ങളിൽ അവർക്കത് വലിയ ഒരു പോസിറ്റീവ് എനർജിയും ഒരു ആശ്വാസവുമായി തീർന്ന നിമിഷങ്ങൾ തീരണം എന്നാണ്. ഇങ്ങനെ സംഭവിക്കുക ആണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വിട്ടുപോകാതെ നിങ്ങൾക്ക് കൂടുതൽ അഡിക്റ്റായി തീരുന്നതാണ്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്, ഒരു ആശ്വാസത്തിൻ്റെ അനുഭവം ആണ്. ഇത് ഒക്കെയാണ് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റായി തീരും. ഒരിക്കലും നിങ്ങളെ വിട്ട് അവർ പോകില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം അവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ്. അവർ ഇല്ലാതെ നിങ്ങൾക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെയൊരു ചിന്ത അവരിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് അവർ നിങ്ങളെ വിട്ടുപോകാതെ നിങ്ങൾക്ക് അഡിക്റ്റായി തീരാനുള്ള ഇടയാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ അവരോടുള്ള സംസാരത്തിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് കൂടുതൽ കെയർ കിട്ടുന്നു എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ അവർക്ക് ഒരുപാട് സ്ഥാനമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളിൽ നിന്ന് അങ്ങോട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയാണ് അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. ഈ വിധത്തിൽ പ്രവർത്തിക്കുക ആണെങ്കിൽ അവർ നിങ്ങൾക്ക് അഡിക്റ്റായി തീരുന്നതാണ്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവരുടെ ഏത് അവസ്ഥയിലും അവരോട് ചേർന്ന് നിൽക്കുകയും ഒരു മാനസികമായ പിന്തുണ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സാമീപ്യം അവർക്കൊരു ആശ്വാസമായി തീരുക എന്നർത്ഥം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് വളരെ സന്തോഷത്തിൻ്റെ ഒരു അനുഭൂതി ആയിരിക്കും. ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ അവർ നിങ്ങളുടെ അടുത്ത് ഓടി വരികയും അവർ നിങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം കണ്ടെത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരു അവസ്ഥ ആയിരിക്കണം അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് അഡിക്റ്റായി തീരുന്നതാണ്. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത്, എപ്പോ ആണെങ്കിലും കാണാത്തപ്പോൾ അവരെ വിളിച്ച് അന്വേഷിക്കുകയും നിങ്ങളുടെ സ്വന്തമാണ് അവരെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് എന്ന ഒരു ഫീൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് അവർ അഡിക്റ്റായി തീരുന്ന ഒരു ഘടകമാണ്. ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഏത് അവസ്ഥയിലും അവരുടെ മനസ്സിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഏത് അവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ചെറിയൊരു പ്രശ്നം സംഭവിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ മുഖം മാറിയാൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അത്രമേൽ കെയർ ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, പരിഗണിക്കുന്ന ഒരു വ്യക്തിയെ ആണെങ്കിൽ ഒരിക്കലും അവർ വിട്ടുപോകില്ല. അവർ അഡിക്റ്റായി തീരും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ചെറിയ ഒരു ഫീലിങ്സ് പോലും മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടുതലായി സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവരോട് ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുക ആണെങ്കിൽ അവർ നിങ്ങൾക്ക് അഡിക്റ്റായി തീരുകയും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ ഇടയായിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.